ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കണവ് വെച്ചിട്ടൊരു സ്പെഷ്യൽ ഐറ്റമാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. ഇതൊരു തോരനാണ്. നമ്മൾ സാധാരണ തോരൻ വയ്ക്കണമെന്ന് വ്യത്യസ്തമായിട്ട് ഇച്ചിരി ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റി ആയുള്ള റെസിപ്പിയാണ് കേട്ടോ. മസാലയൊക്കെ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ കണവയാണ് എടുത്തിട്ടുള്ളത്, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ കണവയൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കണം. അപ്പം ഞാനിവിടെ പൊടികളായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലെ ഇഞ്ചിയും ഒരു 5-6 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി പുളിവെള്ളമാണ്, ചെറിയ പുളിക്ക് വേണ്ടിയിട്ട്. കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ട, ഒരു 1-2 സ്പൂൺ എന്ന് പറയില്ല, അത്രമാത്രം പുളിവെള്ളം ചേർത്താൽ മതി. പുളിവെള്ളത്തിന് പകരമായിട്ട് നാരങ്ങ നീര് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതലായിട്ടൊന്നും ഇപ്പോൾ ചേർക്കേണ്ട, പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം ഉപ്പ് ഈ സമയത്ത് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞിരിക്കണം. നമ്മൾ കണവ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. എങ്കിലും കണവയിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവും. ആ ഒരു നനവിൽ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് തോരനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അധികം ഒന്നും ചേർക്കണ്ട. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കറക്കി എടുക്കുക. ഒന്ന് പൾസ് മുകളിലിട്ടിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, അരഞ്ഞൊന്നും പോകരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഒതുക്കി എടുക്കുക എന്ന് പറയില്ല, അതുപോലെ ഒതുക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കണവ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തോരനാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണവയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. നിങ്ങൾ ഈ സമയത്ത് ഒരു പരന്ന പാൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ കണവ എല്ലാതും ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇത് കുഴിയുള്ളൊരു പാത്രം ആയതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണവ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്കറിയാം കണവ അങ്ങനെ അധികം വേവുള്ളതല്ല, പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ കുറേ സമയത്ത് കുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണവ റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ സമയം പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് 2 പ്രാവശ്യം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ആദ്യം ഒരു ട്രിപ്പ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഏകദേശം ഒരു 3 മിനിറ്റ് ഒന്ന് കുക്കായാൽ മതി. നിങ്ങൾ പരന്ന പാനിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഇത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് എന്താ പറയുക ഇളക്കിയിട്ടൊന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു സൈഡും ഏകദേശം ഒരു 3 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 സൈഡും തിരിച്ചും മറച്ചിട്ടിട്ട് 3 മിനിറ്റ് വീതം മൊത്തം ഒരു 6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. കണവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുള്ള കണവ കോരി മാറ്റുകയാണ്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള കണവയെല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വേറെ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല, ഇത് എണ്ണയിൽ തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയിരിക്കുന്ന കണവയും കൂടി ഈ ഒരു രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് ഏകദേശം ഒരു 3 മിനിറ്റ് വെന്ത ശേഷം തിരിച്ചിട്ട് മറ്റു സൈഡും കൂടി ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡ് ഒരു 3 മിനിറ്റ് വീതം, അങ്ങനെ ഒരു 6 മിനിറ്റ് സമയം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടാൽ മതി. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. ഈ അരി നന്നായിട്ടൊന്ന് വറുത്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തോരൻ വയ്ക്കാൻ നേരത്ത് ഇതുപോലെ കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അരിയും കൂടി പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വയ്ക്കുന്ന തോരൻ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അത് ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അതിന് ഈ അരി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല.
നിങ്ങൾ തോരൻ വയ്ക്കുമ്പോൾ ഒരിക്കലെങ്കിലും അരി ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കുക, അപ്പോഴറിയാം അതിൻ്റെ വ്യത്യാസം കേട്ടോ. അരി നന്നായിട്ട് വറുത്ത് വരണം, അതല്ലെങ്കിൽ അരി കടിക്കും. അരി കടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് വറുത്ത ശേഷം മാത്രം വറ്റൽമുളകും കറിവേപ്പിൻ്റെലേക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിപ്പം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ കൂട്ടിൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മൊത്തത്തിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. തീ കുറച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടഞ്ഞിരുന്നോട്ടെ. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ തീ കുറച്ച് നാളികേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് മൂത്തൊരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ തവി വെച്ചിട്ട് ആ നാളികേരം ഒന്ന് സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നടുവിലേക്ക് നമ്മളിപ്പം ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു കണവയുണ്ടല്ലോ, അത് ആ ഒരു മസാലയോടുകൂടി തന്നെ അതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആ നാളികേരമൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ സമയത്ത് ആവിയൊക്കെ വന്ന് ആ മസാലയിലൊക്കെ നന്നായിട്ട് ആ നാളികേരത്തിൻ്റെ എല്ലാം ആവി നന്നായിട്ട് പിടിച്ച് ഒന്ന് സെറ്റായിട്ട് വരും. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ആ നാളികേരത്തിൻ്റെ ആ ഒരു മസാലയുടെയൊക്കെ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തീ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊട്ടി പൊക്കോളും. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കെന്തായാലും കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പം ഇങ്ങനെ ഡ്രൈ ആയി വരും തോറും ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരും. നമ്മൾ നേരത്തെ കടുക് വറുത്തപ്പോൾ കുറച്ച് അരിയും കൂടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ എത്ര ഒട്ടി പിടിക്കുന്ന ഒരു തോരനാണെങ്കിൽ അത് ഇരിക്കുന്തോറും നല്ല വിട്ട് ആ മസാലയൊക്കെ നല്ല വിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ കണ്ടല്ലോ കുറച്ച് സമയം കൂടി ആയപ്പോൾ കുറച്ചും കൂടി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എത്രത്തോളം നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണം ആ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫാക്കിയിടാം. ഇത് ഇരിക്കുന്തോറും കുറച്ച് സമയം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഞാൻ തീ ഓഫാക്കിയിടാണ്. അതിൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടല്ലോ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കളർ കുറച്ചും കൂടി നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യമാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിൻ്റെ വലിയ ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ളവരുടെ സപ്പോർട്ടാണ്. എൻ്റെ ചാനലിൽ ലൈക്കൊന്നും ആരും തരാറില്ല. അപ്പം പറ്റുവാണെങ്കിൽ ഒരു ലൈക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും വിട്ടുപോകരുത് കേട്ടോ. താങ്ക് യു.